ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Red carpet. Stay tuned for your favorite celebrity. Hi, hello, namaskaram, very good evening and welcome to Red Carpet with me RJ Anamika. ഇന്ന് റെഡ് കാർപ്പറ്റിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഡബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള നൈന മുരളിയാണ്. നൈന, വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഓ, സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നയനയെ പറ്റി ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, നയന ഡാൻസർ ആണ്, ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ്, മിമിക്രി ഒക്കെ ചെയ്യും. അപ്പോൾ ഏതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് ഡബിംഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പൊ നയന ചേച്ചി ഈ ഒരു ഡബിങ്ങിന്റെ കരിയറിലേക്ക് എങ്ങനെയാണ് വന്നത്? ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ഇമിറ്റേഷൻ ആണ് ചെയ്തത്. കോമഡിൽസ് എന്ന് പറഞ്ഞ ഫ്ലവേഴ്സിലെ ഷോയില് ഒരു സ്പോട്ട് ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു പാർവതിയുടെ വോയിസിൽ. അത് ഇതുപോലെ എനിക്കതിനൊരു മിമിക്രി ചെയ്ത് പരിചയമൊന്നുമില്ല. എന്റെ വോയിസിനോട് സിമിലാരിറ്റി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്തിട്ട് അങ്ങനെ പോയി ചെയ്തതാണ്. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കൊറോണ ഒക്കെ ആയി, പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റുഡിയോസിൽ പോയി വോയിസ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. പിന്നെ അങ്ങനെയാണ് ഞാൻ ഡബിംഗ് ഫീൽഡിലേക്ക് വരുന്നത്. ഫസ്റ്റ് ഒരു ഡബിംഗ് എക്സ്പീരിയൻസ് എന്തായിരുന്നു, അല്ലെങ്കിൽ അത് ലൈഫ് എങ്ങനെയാണ് ചേച്ചിയുടെ മാറ്റിമറിച്ചത്? ഫസ്റ്റ് ഞാൻ വരുന്നത്, എന്റെ സ്ഥലം മലപ്പുറമാണ്. അപ്പോ കുറച്ചൊരു ഗ്രാമപ്രദേശമാണ് എന്റെ വീട് ഒക്കെ. അപ്പൊ എനിക്ക് ഇതിനെ പറ്റി ഒന്നും സത്യമായ ഒരു ധാരണയില്ല. എന്റെ വീട്ടുകാർക്കാണെങ്കിൽ പോലും സപ്പോർട്ട് ചെയ്യണമെന്ന് അവർക്ക് ഉണ്ടാവുമായിരിക്കും, പക്ഷെ അവർക്കും എനിക്ക് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ എങ്ങനെ ഗൈഡ് ചെയ്യണമെന്ന് അവർക്കും അറിയില്ല. അപ്പൊ ഞാൻ ടിവിയിലൊക്കെ പ്രോഗ്രാം ചെയ്തപ്പോ എല്ലാവരും ഹാപ്പിയാണ്, പക്ഷെ എങ്ങനെ ഇതിന് കരിയർ അല്ലെങ്കിൽ എന്ത് ഇതിനു വേണ്ടി ചെയ്യണം എന്ന് എനിക്കും അറിയില്ല, അവർക്കും അറിയില്ല. അപ്പൊ ഞാനിവിടെ എറണാകുളത്താണ് പഠിച്ചതൊക്കെ. അപ്പൊ ഞാനൊരു ജോബ് ഇന്റർവ്യൂവിന് വേണ്ടി ഇങ്ങനെ പോയപ്പോ അവരിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സ്റ്റുഡിയോയിലൊരു ഇതുണ്ട്, ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അവിടെ നിന്ന് കോണ്ടാക്ട് കിട്ടി. അങ്ങനെ പിന്നെ ആ കോണ്ടാക്ട് ഇങ്ങനെ കീപ്പ് ചെയ്തു, കുറെ കോണ്ടാക്ട് അതിലൂടെ കിട്ടി. അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. ഓക്കെ. അപ്പൊ ചേച്ചി പാർവതിയുടെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു, ആ ഒരു വോയിസ് ഒന്ന് പറയാമോ? ഓ, ചെയ്യാലോ. ഏത് മൂവിയിലേ വേണ്ടേ? ഇന്ന് നിന്റെ മൊയ്തീൻ സിനിമയിലായാലും മതി, അല്ലെങ്കിൽ ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരു വോയിസ് ചെയ്താലും മതി. ഓക്കെ. ഞാൻ ആദ്യമായിട്ട് ഞാൻ പഠിച്ചത് നിന്റെ മൊയ്തീനിലെ ഡയലോഗ് പറഞ്ഞാൽ മതി. ഓക്കെ. എനിക്കറിയാം അപ്പോട്ടാ, പക്ഷെ അപ്പോട്ട് എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ 1000 ഇരട്ടി എന്റെ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. അതിനേക്കാൾ 10,000 ഇരട്ടി മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇനി എന്നെ നിർബന്ധിച്ച എന്റെ ശവത്തിലായിരിക്കും അപ്പോഴും താലിയിട്ട ഇക്കന്റെ കാലെത്ര ഈനകത്ത് കഴിഞ്ഞത് മൊയ്തീൻ ഓർത്ത് ഒരക്ഷരങ്ങൾ വായിച്ച എന്റെ മനസ്സ് മുറിച്ച് മാറ്റാൻ പറ്റുമോ അപ്പോട്ടിന്? പറ, ലോകത്ത് ആർക്കെങ്കിലും കഴിയോ? പറ. താങ്ക് യു. അയ്യോ, എന്റെ പൊന്നെ, എന്റെ മുമ്പിൽ ശരിക്കും പാർവതി ഇരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. സൂപ്പർ ആയിട്ട് ചെയ്തു കേട്ടോ. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഇപ്പൊ ചേച്ചി, നമ്മള് പണ്ട് കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാർട്ടൂൺ ആണ് ചോട്ടാ ഭീം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ചുട്കി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിന് വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചി. അതെ. ഞാൻ മലയാളത്തിലൊരു കുറച്ച് എപ്പിസോഡ്സ് ഞാൻ ചെയ്തു, പിന്നെ മലയാളത്തിൽ അതൊരു നിർത്തി തോന്നുന്നു. പിന്നെ ഓക്കെ. അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് ഇതുപോലെ ഞാൻ ആ സ്റ്റുഡിയോയിൽ ഇത് ചെയ്യാൻ വേണ്ടി പോയതല്ല. അവിടെ ഇങ്ങനെ അപ്പോ എന്നോട് പറഞ്ഞു ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നു പറഞ്ഞപ്പോ അത് ഓക്കെ, അങ്ങനെ ചെയ്തതാണ്. ഞാൻ ഇതുവരെ പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് അപ്പൊ എന്തോ ട്രൈ ചെയ്തപ്പോ ശരിയായി. ഇപ്പൊ ചേച്ചി, ഇപ്പം ഈ ഡബിങ്ങിന്റെ മേഖലയിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം പണ്ടത്തെ കാലത്താണെങ്കിൽ പോലും ശ്രീജ രവി, അതുപോലെ തന്നെ അമ്പിളി ചേച്ചി, ദേവി ചേച്ചി, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ആസ് എ വുമൺ ഈ ഒരു ഫീൽഡിലെ ചേച്ചി ഫേസ് ചെയ്തിട്ടുള്ള ഒരു ചലഞ്ച് എന്തായിരുന്നു? ചലഞ്ച് എന്ന് പറയുമ്പോ ഒന്ന് വെച്ചാൽ നമ്മളെ വീട്ടുകാരൊന്നും ഇതിന് അധികം, അവർക്കും ഇതിനെ പറ്റി ഐഡിയ ഇല്ലാത്ത കാരണം ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ വലിയ സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോ എന്നെ സംബന്ധിച്ച് എനിക്കും അതൊരു പ്രശ്നമായിരുന്നു. കാരണം എനിക്കും എന്താ പറയാ, മുൻകൈ എടുത്ത് ചെയ്യാനുള്ളൊരു പേടി എന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളിപ്പോ അടുത്ത് കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഈ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തും വീട്ടുകാർ വെച്ച് ഇതൊക്കെ ശരിക്കും എന്താ, അതിനെ പറ്റിയൊക്കെ എന്നോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് നിങ്ങളെ ബാധിക്കുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ എനിക്കും ഇതിനെപ്പറ്റി കാരണം ഞാനിപ്പോ ഈ ഫീൽഡിലേക്ക് വന്ന് ഈ ഫെഫ്ക മെമ്പർഷിപ്പ് എടുത്തിട്ട് ഇപ്പൊ കുറച്ചായേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇതിന് ഫെഫ്കയുടെ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ അറ്റൻഡ് ചെയ്തപ്പോ മനസ്സിലായി, നമുക്കിപ്പോ എന്തെങ്കിലും നമ്മളെങ്ങനെ നിൽക്കുന്ന ഒരാളോട്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നോ, നമ്മള് നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞാൽ അത് നോ തന്നെയാണ്. പിന്നെ അതുപോലെ നമുക്ക് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് അസോസിയേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് അപ്പോ അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവരും അതിനനുസരിച്ചുള്ള നടപടികളും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് എടുക്കുന്നതായിരിക്കും. ചേച്ചി ഈ ഒരു വോയിസ് എങ്ങനെയാണ് ഇങ്ങനെ ടേക്ക് കെയർ ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നത്? ഞാൻ അങ്ങനെ ടേക്ക് കെയർ ഒന്നും ചെയ്യാറില്ല. എന്നാലും നമ്മൾ ഈ ഒരു വോയിസ് വെച്ചിട്ടുള്ള ഒരു ജീവിതമാണല്ലോ നമ്മുടേത്. അപ്പൊ എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകും? തണുത്ത വെള്ളം യൂസ് ചെയ്യാണ്ടിരിക്കും, അല്ലെങ്കിൽ ഐസ്ക്രീംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ? തണുത്തതൊന്നും കഴിക്കാറില്ല, പൊതുവേ കഴിക്കില്ലായിരുന്നു. പിന്നെ ഈ ഫീൽഡിൽ വന്നതിന്റെ ശേഷം ആ കാര്യത്തിൽ ഞാൻ കുറച്ച് ടേക്ക് കെയർ ചെയ്യാറുണ്ട്. തണുത്ത ഭക്ഷണങ്ങളും ഡ്രിങ്ക്സും അതുപോലെ തന്നെ
അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കാറില്ല, ഐസ്ക്രീംസ് ഒന്നും കഴിക്കാറില്ല. നമുക്ക് എപ്പോഴേലും ഒരു ക്രേവിങ്സ് വരുമല്ലോ, എല്ലാരും കഴിക്കുന്ന കാണുമ്പോ നമുക്ക് പക്ഷെ ഐസ്ക്രീം കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമൊക്കെ ചില സമയത്ത് പോകൂല, നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു വോയിസിന്റെ ഫീൽഡിൽ നിൽക്കുമ്പോ. അതെ അതെ. അപ്പോ ഇതുപോലെ ഞാൻ വാങ്ങിയിട്ട് കുറച്ച് വെച്ചിട്ട് കൂടുതൽ ആൾക്ക് കൊടുക്കും, അല്ലാതെ ഈ ചൂടുവെള്ളം കുടിക്കും അപ്പൊ തന്നെ. അപ്പൊ ചേച്ചി, ഈ ഒരു ഡബിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഒരുപാട് ചേഞ്ചസ് പണ്ടത്തെക്കാളും കൂടുതൽ വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ. അപ്പൊ ചേച്ചിക്ക് എന്താണ് തോന്നുന്നത്, ഈ ഒരു ഫീൽഡിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? പണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആക്ട്രസിന് ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ് വോയിസ് കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും അവരവർക്ക് കൊടുക്കണം എന്നാണ് ആഗ്രഹം. പിന്നെ അല്ല, ഇപ്പൊ എല്ലാവരും ചെയ്യുന്നുണ്ട്. പണ്ട് വെച്ച് കഴിഞ്ഞാൽ വേറെ ഇൻഡസ്ട്രിയിലുള്ള നടിമാരായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഭാഗ്യലക്ഷ്മി ചേച്ചി അതുപോലെ തന്നെ ശ്രീജാന്റി അവരൊക്കെ തന്നെയാണ് വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ ആ ഒരു സാധ്യതകൾ കുറഞ്ഞു വന്നു. ഇപ്പൊ നമുക്ക് സ്ട്രെയിറ്റ് മലയാളം പടങ്ങളിൽ നമുക്ക് സത്യം പറഞ്ഞാൽ അവസരങ്ങൾ കുറവാണെന്ന് തന്നെ പറയാം. നമ്മളെ വോയിസ് കൊടുക്കാൻ എന്തെങ്കിലും ചെറിയ ചെറിയ ക്യാരക്ടേഴ്സോ ബിറ്റ് വോയിസോ ഒക്കെ മലയാളം സ്ട്രെയിറ്റ് മലയാളം മൂവീസിലുള്ളൂ. അപ്പൊ അതിലിപ്പോ സാധ്യത വളരെ കുറവാണ്. പക്ഷെ അല്ലാതെ ഉള്ള ഇപ്പൊ നമ്മളെ ഈ ആമസോണിലും ഇതിലൊക്കെ വരുന്ന വെബ് സീരീസിന്റെ ഒക്കെ മലയാളം വേർഷൻസ് ഉണ്ടല്ലോ, വേറെ ലാംഗ്വേജ് മൂവീസ്, അതാണ് ഇപ്പൊ കൂടുതലും ചെയ്യുന്നത്. പിന്നെ സീരിയൽസ് നമ്മൾ സ്ട്രെയിറ്റ് മലയാളം പടങ്ങളിൽ ഇപ്പോഴും കുറവാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം എല്ലാവരും അവരവർ തന്നെയാണ് ഇപ്പൊ ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. അപ്പൊ ഈ ഒരു മലയാള ഫിലിംസിലും സീരിയൽസിലും ഒക്കെ ഡബിംഗ് ആർട്ടിസ്റ്റുകൾക്കുള്ളൊരു വാല്യൂ അല്ലെങ്കിൽ സാധ്യതകൾ എങ്ങനെയൊക്കെയാണ്? അതാ ഞാൻ പറഞ്ഞു, ഇപ്പൊ മലയാളം ഇപ്പൊ എല്ലാവർക്കും നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സിനിമ ചെയ്യണം എന്നായിരിക്കും ആഗ്രഹം. എന്റെ മനസ്സിലും എനിക്കും ചെറുപ്പമായിട്ട് ഡബിങ് അല്ല ആർജി നീ ചെയ്യുന്ന പോലത്തെ എനിക്ക് ഭയങ്കര ആഗ്രഹം. പക്ഷെ എങ്ങനെ ചെയ്യണം എന്തൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഡബിങ് എന്നൊക്കെ പറയുമ്പോഴും ആദ്യം നമുക്ക് വരുന്നത് സിനിമ ചെയ്യണം എന്നാണ്. ഭാഗ്യലക്ഷ്മി മാമും അവരൊക്കെ പോലെ ആവണം എന്നൊക്കെയാണ് ആഗ്രഹം. പക്ഷെ ഇപ്പൊ ഈ ഫീൽഡ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മലയാള സിനിമകളിൽ ഓപ്പർച്യൂണിറ്റി കുറവാണ്. പിന്നെ ഉള്ളത് ഇപ്പൊ കാർട്ടൂൺ, വെബ് സീരീസ്, സീരിയൽ അങ്ങനത്തെ കാര്യങ്ങളിലാണ് ഇപ്പൊ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ളത്. നമ്മളിപ്പോ ഒരു സിനിമയിലാണെങ്കിലും സീരിയലിലാണെങ്കിലും ഒരാൾക്ക് ഡബ് ചെയ്യാന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതിനകത്ത് ഒരുപാട് എഫേർട്ട് ഉണ്ട്, ഹാർഡ് വർക്ക് ഉണ്ട്. ആ ഒരു ആക്ട് ചെയ്യുന്ന ആളുടെ ഇമോഷൻസ് അതുപോലെ തന്നെ ശബ്ദത്തിലൂടെ പുറത്തേക്ക് വരാന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ ആ ഒരു ഇമോഷൻസ് ഒക്കെ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് അതിന് വേണ്ടിയിട്ട് ചെയ്യാറുള്ളത്? ഇപ്പൊ അതുപോലെ ഇപ്പം നമ്മളും കൂടെ നിന്ന് അഭിനയിച്ചാലാണ് നമുക്ക് ആ വോയിസ് കൊടുക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ ചില ക്യാരക്ടേഴ്സ് ചിലപ്പോൾ അത്ര ഇതായിട്ട് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ വോയിസിലായിരിക്കും ചിലപ്പോൾ ആ ഒരു ക്യാരക്ടറിന് ജീവൻ കൊടുക്കുന്നുണ്ടാവും. അതെ അതെ, തീർച്ചയായിട്ടും. അതുപോലെ ചില ഡയലോഗ്സ് പറഞ്ഞ ചിലപ്പോൾ അവർ വിട്ടുപോയിട്ടുണ്ടാവാം. പൈലറ്റ് കേട്ടിട്ട് അവർക്ക് ചിലപ്പോൾ ഡയലോഗ് പറയാൻ പറ്റാതെ എന്തെങ്കിലും അവർ ജസ്റ്റ് എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഡബിങ്ങിലൂടെയാണ് അത് ശരിയാക്കുന്നത്. അപ്പൊ നമ്മളത് ലിപ്സിങ്ക് പിടിച്ച് കറക്റ്റായി ചെയ്യുമ്പോഴാണ് ആ ക്യാരക്ടറിന് അവരുദ്ദേശിച്ച ഡെപ്ത് കിട്ടുള്ളൂ. ഇപ്പൊ ചേച്ചി ഇപ്പൊ പാർവതിയുടെ തന്നെ സിനിമയില് ദൂത എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, വെബ് സീരീസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു വോയിസ്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് ഇതുപോലെ എന്റെ കോമഡി ഉത്സവത്തിലെ ഒരു എപ്പിസോഡ് കണ്ടിട്ടാണ് എന്നെ അവർ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോ വോയിസ് ടെസ്റ്റിന് വിളിച്ചു. അപ്പൊ അവർ എന്നോട് പറഞ്ഞു കൺഫേം അല്ല, ചിലപ്പോ പാർവതി തന്നെ വന്ന് ഡബ് ചെയ്യും, കാരണം ഇതുവരെ അവർക്ക് വേറെ ആരും ഡബ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇനി എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ തന്നെയായിരിക്കും പറഞ്ഞു. പിന്നെ ഒരു 1 month ഒക്കെ കഴിഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞു അത് ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ഡബിങ് ചെയ്തത്. അപ്പൊ അത് കേട്ടിട്ട് ആൾക്കാർ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഞങ്ങളുടെ ഈ ഫീൽഡിലുള്ള ഒത്തിരി പേര് എന്നെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുക ചെയ്തിരുന്നു. പിന്നെ അതിൽ പാർവതിയുടെ എടുത്തൊരു അപ്രീസിയേഷൻ കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരി ഇതുവരെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറി ആക്കുമ്പോഴും അല്ലെങ്കിൽ ഷെയർ ചെയ്യുമ്പോഴൊക്കെ അത് സീൻ ചെയ്യാറുണ്ട്. സൈഡിൽ നിന്ന് ഒരു അപ്രോച്ച് ഇതുവരെ വന്നിട്ടില്ല അല്ലേ? പക്ഷെ ഇനിയും ഭാവിയിൽ ഒരുപാട് അതുപോലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള അപ്രീസിയേഷൻസ് കിട്ടാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്തായാലും. താങ്ക് യു. ഓക്കെ, അപ്പൊ ചെയ്തതിൽ ഈ ഒരു ഡബിങ് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ എന്തായിരുന്നു ഇപ്പം ഇത്രയും നാളും ഡബ് ചെയ്തതില്? ഇപ്പൊ ചെയ്തതിൽ പാർവതിയുടെ ഓഫ്കോഴ്സ് അത് ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട് ചെയ്തൊരു വർക്കായിരുന്നു. പിന്നെ ഇപ്പൊ അടുത്ത് ഞാൻ ചെയ്തൊരു പടം കഥയിന്ന് വരെ പറഞ്ഞ സിനിമയില് ഞാൻ ഒരു നോയിലേക്ക് ഡബ് ചെയ്തത്. അതും എനിക്ക് ഒത്തിരി പേര് നല്ല ഇതാ പറഞ്ഞത്. അപ്പൊ അതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ചെയ്ത വർക്കായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ വീട്ടുകാർക്ക് ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് എന്താണ്? കാരണം വീട്ടിൽ നിന്ന് ഇപ്പം ആദ്യം ഇത്രയും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ആൾക്കാർ ഇങ്ങനെ വിളിച്ച മോളുടെ ശബ്ദം ഞാൻ കേട്ടു, മോളുടെ ശബ്ദമാണെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എന്നൊക്കെ കേൾക്കുന്ന ആൾക്കാർ വന്ന് പറയൂല. അപ്പൊ ഉണ്ടാവുന്ന ഒരു വീട്ടുകാരുടെ ഒരു ഹാപ്പിനെസ് എന്താണ്? ഇപ്പൊ അവര് ഫുൾ ഹാപ്പിയാണ്. പിന്നെ അതിൽ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അവർ അറിയാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ചെയ്തു തരാനും അവർ ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഡബിങ്ങിന് പോവുകയാണെങ്കിൽ അവർ ചോദിക്കും എന്താ ക്യാരക്ടർ എന്താ, മറ്റേ അതൊന്നും ചോദിക്കില്ല. ഇതിനെപ്പറ്റി ധാരണയില്ലേ. ഇപ്പൊ എന്താ ക്യാരക്ടർ എന്താ. പിന്നെ അതിൽ
യൂഷ്വലി നമ്മൾ ഈ സിനിമയിലൊക്കെ ക്രൗഡ് ചെയ്യും, ക്രൗഡ് പോർഷൻസിന് ഡബ് ചെയ്യും. അപ്പൊ അവര് അത് ചെയ്യും, ഇന്ന് ക്രൗഡ് ആണോ അത് മെയിൻ ക്യാരക്ടർ ആണോ. ഇപ്പൊ അതിനെപ്പറ്റി കുറച്ച് ധാരണയുള്ള കാരണം അവരതൊക്കെ ചോദിക്കുന്നതുകൊണ്ട് എനിക്ക് വേണ്ട സപ്പോർട്ടും അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. അവര് ഹാപ്പിയാണ്, എല്ലാവരും ചോദിക്കുമ്പോഴേക്കും ഒത്തിരി ഹാപ്പിയാണ്. ഇപ്പൊ ചേച്ചി ഇപ്പം ഈ ഒരു പാർവതിയുടെ വോയിസ് എടുക്കാനായിട്ട് എത്രത്തോളം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു? എത്ര ടൈം എടുത്തു ആ ഒരു ക്യാരക്ടറിലേക്ക് വരാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു വോയിസ് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് എത്ര ടൈം എടുത്തു? ഞാൻ സത്യം പറഞ്ഞ ഈ ഫ്ലവേഴ്സിൽ തന്നെ പാർവതിയുടെ വോയിസ് ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ എന്റെ കസിൻസിനോട് ഇങ്ങനെ പറഞ്ഞു എന്ത് രസമായിട്ട് ഇവർ ചെയ്യുന്നത് പറഞ്ഞിട്ട് ചുമ്മാ ഞാൻ ആ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞപ്പോ അവര് പറഞ്ഞു നീ ചെയ്യുന്നു അതുപോലെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെച്ചാൽ കസിൻസ് എന്നെ കളിയാക്കാൻ വേണ്ടി പറയണമെന്ന് വെച്ചിട്ട് ഞാൻ വെറുതെ എന്റെ ഒരു ഫ്രണ്ടിന് വെറുതെ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്തു ഫോണില്. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു നീ എന്താ ഈ മൊയ്തീനിലെ ഡയലോഗ് എന്താ ടിവിയിൽ പ്ലേ ചെയ്ത് ആണോ എന്താ അയച്ചെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അല്ലടാ അത് ഞാൻ ചുമ്മാ ട്രൈ ചെയ്തു. അപ്പൊ അതുപോലെ ഉണ്ട്, നീ ഇത് പ്രാക്ടീസ് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഒരു 1 day എടുത്തിട്ടുണ്ടാവും പ്രാക്ടീസ്. 1 day കൊണ്ട് ഇത്രയും സെറ്റ് ആയിട്ട് ചെയ്തു അല്ലേ? എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു അത് കേൾക്കാനായിട്ട്. ഇനി വേറെ ഏതെങ്കിലും ഒരു പാർവതിയുടെ ഡയലോഗ് പറയാനായിട്ടുണ്ടോ? ഞാൻ ബാംഗ്ലൂർ ഡേയ്സിലെ ഒരു ഡയലോഗ് പറയാം. ഓക്കെ. എനിക്ക് പിന്നാലത്തിൽ വേറെ പണിയൊന്നുമില്ല, എന്തിനാ ഫോളോ ചെയ്യുന്ന ചോദിക്കുന്നത്? ഓഹോ, അപ്പൊ പിന്നെ ഞാനിപ്പോ ഒന്ന് ബസ്സിലും കഫേലും സ്കൂളും ഒക്കെ തന്നെ കാണുന്നേ. ഷീസ് ക്യൂട്ടാണെങ്കിൽ ഫോളോ ചെയ്യാന്നാ? താങ്ക് യു. ഓ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, ബെസ്റ്റ് ആയിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട് കേൾക്കാനായിട്ട്. ആ ഒരു ഫീലോട് കൂടി നമുക്ക് ശരിക്കും പറഞ്ഞാൽ പാർവതി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാർവതി ഫ്രണ്ടിൽ ഇരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് തോന്നുക. ശേഷി ഒരു ഡബിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഏതൊരു മേഖലയിലേക്കാണ് പോകാനായിട്ട് ഇഷ്ടം, അല്ലെങ്കിൽ വേറെ ഏതൊക്കെ ഹോബീസ് ആണ് ഉള്ളത്? ഞാൻ ആദ്യം ആക്ടിംഗ് ആണ് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്ത് അതാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്റെ വീട്ടുകാർ ഒട്ടും സപ്പോർട്ടീവ് അല്ലായിരുന്നു അതിന്. അല്ലെങ്കിൽ അവർക്ക് ഇതിനെപ്പറ്റി ആർക്കായാലും ഞാൻ പറഞ്ഞില്ല, ഞാൻ ജനിച്ചു വളർന്ന നാട് സ്ഥലം പിന്നെ ഇവർക്ക് ഇതിനെപ്പറ്റി ധാരണ ഇല്ലാത്ത കാരണം എല്ലാവരെയും പോലെ അവർക്കും പേടിയായിരുന്നു ഫസ്റ്റ് ഒക്കെ. അപ്പൊ പിന്നെ എന്റെ മനസ്സിൽ തന്നെ അത് പോയി, കാരണം ഇത് നോക്കിയിട്ട് പിന്നെയാണ് ഞാൻ ഈ ഡബിങ്ങിലേക്ക് വന്നതും. അതുവഴി എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ആന്റണി സിനിമയിൽ ഞാൻ ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആക്ടിംഗ് ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. പിന്നെ ഇപ്പൊ ഈ ഫീൽഡിൽ വന്നപ്പോ എനിക്ക് രണ്ടും ഒരുപോലെ ഇഷ്ടമാണ്. പിന്നെ ഡാൻസ് ചെയ്യാറുണ്ട്, പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ കവിത ഒക്കെ എഴുതും. അപ്പൊ ഒരു സകലകല വല്ലഭയാണല്ലേ എന്റെ കൂടെ ഉള്ളത്. ഡാൻസ് ചെയ്യും, ആക്ട് ചെയ്യും, പാട്ട് പാടുവോ? പാട്ട് പാടില്ല, അത് മാത്രമേ ഇല്ലല്ലേ. എന്നാലും ആ ഒരു ശബ്ദം കേട്ടിട്ട് എനിക്ക് തോന്നുന്നു പാട്ട് പാടൂന്ന്. അങ്ങനെ എല്ലാവരും പാടുന്ന പോലെ കൂടെ ബാത്റൂം സിംഗർ ആണോ അപ്പോ? അതെ അതെ അതെ. എന്നാലും ഒരു 2 വരി ചെറുതായിട്ട് നിർബന്ധാണോ? നിർബന്ധാണ്. ആ സൗണ്ടിൽ എനിക്കൊരു പാട്ട് കേൾക്കണം. ഞാനെന്നാ 2 വരി പാടാം. ഓക്കെ. അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. താങ്ക് യു. ഇതാണോ പാട്ട് പാടാൻ അറിയത്തില്ലെന്ന് പറഞ്ഞത്? വെറുതെ അങ്ങോട്ട് കള്ളം പറയാണല്ലേ? അല്ല ഞാൻ പറയല്ലോ എല്ലാരും പോലെ ബാത്റൂം സിംഗർ ആണ് ഞാൻ. പക്ഷെ ഇത് ബാത്റൂം സിംഗർ ആണെന്ന് എനിക്ക് കേട്ടിട്ട് തോന്നുന്നില്ല. നല്ല പ്രൊഫഷണൽ ആയിട്ട് പാട്ടൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളുടെ പാട്ട് പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാള് പറയുന്നത്. ആർക്കും പാട്ട് പാടി കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ ആരും പറയാത്തെ. പാട്ട് പാടി കൊടുത്താലേ ആൾക്കാർക്ക് അഭിപ്രായം പറയാനുള്ള ഒരു അവസരം വരുള്ളൂ. അതെ അതെ. അപ്പൊ എന്തായാലും ഇനിയും പാട്ടും കൂടി ഒന്ന് ട്രൈ ചെയ്യാട്ടോ. ഓക്കെ. അപ്പൊ ചേച്ചി നമുക്ക് ബാക്ക് ടു ഇനി ഡബിങ്ങിന്റെ കാര്യത്തെ പറ്റി പറയാം. ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഡബിങ് ഫീൽഡിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് എന്തായിരിക്കും? അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ ഫീൽഡിലേക്ക് കയറുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്യാരക്ടർ ചെയ്യാനൊന്നും കിട്ടിയെന്ന് വരില്ല. അതെ അതെ. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ക്രൗഡ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ഈ ആംബിയൻസ് ഉണ്ടാവുമല്ലോ, ഹോസ്പിറ്റൽ പോർഷൻ, സ്കൂൾ, മാർക്കറ്റ്, ആ ആംബിയൻസ് ആണ് ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്യണം. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു, അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന ലിപ് സിങ്ക് ചെയ്ത ഒരാൾക്ക് ഡബ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ മനസ്സിൽ. കാരണം ഞാൻ കോമഡി ഉത്സവത്തിൽ അതാണ് ചെയ്തിരുന്നത്. അപ്പൊ ആദ്യമായിട്ട് ക്രൗഡ് ചെയ്യാൻ പോയപ്പോ എനിക്ക് അയ്യോ ഇതാണോ ചെയ്യാൻ വേണ്ടി ഇവര് വിളിച്ചേന്നാണ് ആദ്യം തോന്നിയത്. പിന്നെ എന്റെ ഒരു ആഗ്രഹം വെച്ചാൽ മൈക്കിന്റെ ഫ്രണ്ടിൽ നിൽക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു, അത് സാധിച്ചു. പിന്നെയാണ് എനിക്ക് മനസ്സിലായി ക്രൗഡ് ചെയ്യുന്നതിലൂടെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കാരണം സാധാരണ നമ്മൾ ഡബ് ചെയ്യുമ്പോ ഓൾറെഡി ഡയലോഗ് ഉണ്ടല്ലോ, അവര് നമുക്കത് ഡയറക്ട് ചെയ്ത് തരുകയാണ് ചെയ്യാം. ക്രൗഡിൽ എന്താ വെച്ചാൽ നമ്മൾ തന്നെ ഓൺ ഡയലോഗ്സ് പറയണം സ്പോണ്ടേനിയസ് ആയിട്ട്. അപ്പൊ നമ്മളെ ക്രിയേറ്റിവിറ്റി അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു സിറ്റുവേഷൻ പറയും, അപ്പൊ നമ്മൾ തന്നെ അപ്പൊ സ്പോണ്ടേനിയസ് ആയിട്ട് ഡയലോഗ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് തന്നെ നമ്മളിപ്പോ ഈ ഫീൽഡിലേക്ക് ചെല്ലുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ക്യാരക്ടറോ അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടറോ ഒന്നും കിട്ടിയെന്ന് വരില്ല. ചിലപ്പോ ചെറിയ ചെറിയ കുഞ്ഞു ബിറ്റ് വോയിസ് ഒക്കെ ആവും ആദ്യം കിട്ടുക. പക്ഷെ അതിലൊന്നും അയ്യോ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വിട്ടു. കാരണം അതും
ഇതിന്റെ വലിയൊരു പാർട്ടാണ്. അതെ അതെ, പിന്നെ കുഞ്ഞു കുഞ്ഞു തീർച്ചയായിട്ടും. ചെയ്തിട്ടാണ് നമുക്ക് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. അതെ. ഒത്തിരി കാര്യം നമുക്ക് മനസ്സിലാവും, എങ്ങനെ പറയണം, എങ്ങനെ ഡയലോഗ് മോഡുലേറ്റ് ചെയ്ത് പറയണം, അങ്ങനെ പല കാര്യങ്ങളും ഇന്ന് മനസ്സിലാക്കാൻ പറ്റും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എനിക്ക് അങ്ങനെ മനസ്സിലായത്. ഇപ്പൊ ക്രൗഡും ചെറിയ ചെറിയ ബിറ്റ് വോയിസും ചെയ്യുന്നവരോട് എനിക്ക് ഒത്തിരി പഠിക്കാൻ പറ്റിയിട്ടുണ്ട് പല കാര്യം. ഓക്കെ. അപ്പോ ഹാർഡ് വർക്ക് ചെയ്യുക, അത്രയും പാഷനേറ്റ് ആണെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക, വോയിസ് നോക്കുക. അപ്പൊ ചേച്ചി കോമഡി ഉത്സവത്തിൽ പോയൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത്രയും വലിയൊരു ഫ്ലോറിൽ, ഇപ്പം കോമഡി ഉത്സവം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ആ ഒരു ഫ്ലോറിലൂടെ വന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ഫ്ലോറിൽ പോയപ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിനകത്ത് ഒരു എപ്പിസോഡ് നോക്കിയിട്ടാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നത്. അപ്പൊ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതിൽ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിൽ പോവാൻ ഞാൻ ആലോചിച്ചു, എനിക്ക് അതിൽ പോകാനുള്ള ഒരു പ്രത്യേകിച്ച് വലിയ ടാലന്റ് ഒന്നും ഇല്ല. അപ്പൊ എങ്ങനെ പോകും എന്നുള്ള ഒരു ഇതായിരുന്നു. പിന്നെ ഞാൻ അത് വിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കൊറോണ സമയത്ത് ക്ലബ് ഹൗസ് വന്നല്ലോ. ക്ലബ് ഹൗസ് കുറച്ച് ആക്റ്റീവായി വന്ന സമയത്ത് അതിനകത്ത് ഇഷ്ടം പോലെ ഇങ്ങനെ കുറെ കമ്മ്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഈ മിമിക്രിക്കാരുടെ കമ്മ്യൂണിറ്റി ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചുമ്മാ അതിനകത്ത് കയറിയിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇതും ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഫേസ് കാണില്ലല്ലോ, നമ്മുടെ വോയിസ് മാത്രമേ ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ചെയ്തപ്പോ അവര് അപ്രിഷിയേറ്റ് ചെയ്തപ്പോ അതില് മറ്റേ ബിബിൻ ജോർജ് ആക്ടർ ഒക്കെ ഉണ്ടാവും. അതുപോലെ കോമഡി ഉത്സവത്തിലെ ഒരു ഗ്രൂമർ ഉണ്ട്, രാജേഷ് കടവന്ത്ര എന്ന് പറഞ്ഞു. ആ ചേട്ടനൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കോമഡി ഉത്സവം കൊറോണയ്ക്ക് ശേഷം വീണ്ടും ഫസ്റ്റ് കൊറോണ കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോ അതിന്റെ ഓഡീഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ഒന്ന് ജസ്റ്റ് ഒന്ന് വരാൻ പറഞ്ഞു അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അങ്ങനെ വന്നു, അറ്റൻഡ് ചെയ്തു. അങ്ങനെ 5 days ഗ്രൂമിങ് ഉണ്ടായിരുന്നു നമുക്ക് അവിടെ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് കോമഡി ഉത്സവത്തിൽ പോകുന്നത്. അതും എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് ആയിരുന്നു. കാരണം ഞാൻ TV വീട്ടിലിരുന്ന് കണ്ടിരുന്ന ഒരു ഷോയില് എന്റെ വീട്ടിലെല്ലാരും ഭയങ്കര ഇഷ്ടപ്പെട്ട് കണ്ടിരുന്നത്, എന്റെ നാട്ടുകാർ എല്ലാരും ആ സമയത്ത് ഭയങ്കര ഹൈപ്പുള്ള പ്രോഗ്രാം ആയിരുന്നു. തീർച്ചയായിട്ടും. അതെ അതെ. അപ്പോ ആ ഒരു പ്രോഗ്രാമില് എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതില് ഇപ്പോഴും ഞാൻ അതുകൊണ്ടാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോഴും എത്തിപ്പെടാൻ സാധിച്ചത് ആ ഒരു ഫ്ലോർ കാരണമാണ്. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് എപ്പോഴും ഉണ്ട്. ഇപ്പൊ ചേച്ചി ഈ ഒരു ഡബിങ് അല്ലെങ്കിൽ ഡബിങ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു വോയിസ് ഉണ്ടെങ്കിൽ മാത്രമേ ഡബിങ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് പലരും തെറ്റായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ സ്വീറ്റ് ആയിട്ടുള്ള വോയിസിലാണോ കാര്യം ശരിക്കും പറഞ്ഞാൽ? സത്യം പറഞ്ഞാൽ ഞാനും അത് തന്നെ വിചാരിച്ചിരുന്നത്. നല്ല ശബ്ദം ഉണ്ടെങ്കിൽ ഡബിങ് ആർട്ടിസ്റ്റും അല്ല RJ-ക്ക് ആവാൻ പറ്റുള്ളൂ എന്നായിരുന്നു എന്റെ ധാരണ. പക്ഷെ ഈ ഫീൽഡിൽ വന്നപ്പോഴാണ് മനസ്സിലായത് നല്ല ശബ്ദം എന്നുള്ളതല്ല. ഇപ്പൊ ചില ക്യാരക്ടറിന് നല്ല ബേസ് വോയിസ് ആയിരിക്കും വേണ്ടത്, അവിടെ നമ്മൾ സ്വീറ്റ് ആയിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ ചില കാർട്ടൂൺ വോയിസിലൊക്കെ ഭയങ്കര ബോർ ശബ്ദമായിരിക്കും വേണ്ടി വരിക, കോമിക് ആയിട്ടുള്ളതായിരിക്കും. അപ്പോ വോയിസിലല്ല കാര്യം, നമുക്കുള്ള വോയിസിനെ നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു ഉള്ളതിലാണ് കാര്യം എന്നാണ് എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ പല ഡബിങ് ആർട്ടിസ്റ്റിലെ വോയിസ് ഭയങ്കര ബേസ് വോയിസ് ആണ്, പക്ഷെ അവർ സ്വീറ്റ് വോയിസിലും ഡബ് ചെയ്യാറുണ്ട്. നമ്മുടെ വോയിസിനെ നമ്മളെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ബേസിക് ആയിട്ട് വേണ്ട ഒരു ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഒരു ഡബിങ് ആർട്ടിസ്റ്റിന് വേണ്ട ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഒരു സ്കിൽസ് ഞാൻ പറയുകയാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം. നമ്മളെപ്പോഴും ഇപ്പൊ ഡെയിലി വർക്ക് ഉണ്ടാവണം എന്നില്ല നമുക്ക്, എന്നാലും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഓരോ ചിരിക്കുന്നതും കരയുന്നതും ദേഷ്യപ്പെടുന്നതും പല മോഡുലേഷൻസിൽ നമ്മൾ ഡയലോഗ്സ് പറഞ്ഞു നോക്കുക. പഴയ സിനിമകളിലും നമുക്ക് ഇഷ്ടമുള്ള സിനിമകൾ നമ്മൾ സീൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക, വോയിസ് കെയർ ചെയ്യുക. പിന്നെ ഏറ്റവും വേണ്ടത് പേഷ്യൻസും ഒബ്സർവേഷൻ വേണം. നമ്മൾ എവിടെ പോകുമ്പോഴും, ഞാൻ ഈ ഫീൽഡിൽ വന്ന് പഠിച്ച വേറൊരു കാര്യമാണ്, ഞാനിപ്പോ പുറത്തൊക്കെ പോകുമ്പോഴും ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുക ആൾക്കാരെ, അവർ ഇന്ന സിറ്റുവേഷനിൽ എന്താ പറയുന്നത്. കാരണം ഞാൻ പറയും, ഇപ്പൊ ക്രൗഡൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്പോണ്ടേനിയസ് ഡയലോഗ് പറയണം. അപ്പൊ നമ്മൾ അതിന് ഒബ്സർവേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയായിട്ട് ഡയലോഗ്സ് പറയാനും ഒക്കെ കുറച്ച് ക്രിയേറ്റീവായിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ ചേച്ചിക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ഇമിറ്റേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു വോയിസ് ആരുടെ ആയിരിക്കും? വോയിസ് ഇമിറ്റേഷൻ അങ്ങനെ ഞാനിപ്പോ നോക്കുന്നില്ല സത്യം പറഞ്ഞ. അതെ, കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ ഇമിറ്റേഷനേക്കാളും കൂടുതൽ ഇപ്പൊ എന്റെ വോയിസിൽ എങ്ങനെ എനിക്ക് വേറൊരാൾക്ക് കൊടുത്താൽ അതെങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നാണ് ഇപ്പൊ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണത്. കാരണം ഇപ്പൊ ഞാൻ ഈ വോയിസ് ഇമിറ്റേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു പാർവതിയുടെ, എവിടെ പോയാലും ചെയ്യാം അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ കുറെ ആയിട്ട് നിർത്തി. കാരണം ചില സാധനങ്ങൾ ചെയ്യുമ്പോ ഡബ് ചെയ്യുമ്പോ ആ വോയിസ് വരുന്നുണ്ടെന്ന് എന്നോട് കുറെ പേര് പറഞ്ഞു. ഇപ്പൊ കരഞ്ഞു പറയുന്ന സീൻസില് ഇംഗ്ലീഷ് കുറച്ച് ലൗഡായിട്ട് പറയുന്ന സ്ഥലത്തേക്ക് പാർവതി ഒരു ടച്ച് വരുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഞാനത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി ഇപ്പൊ കറന്റ് സിറ്റുവേഷൻ എന്താണ്? ചേച്ചി പഠിക്കുകയാണോ അല്ലെങ്കിൽ ജോലി ചെയ്യുവാണോ? ഇത് ഞാൻ പഠിക്കുന്നുണ്ട്, കൂടെ MSc ക്ലിനിക്കൽ സൈക്കോളജി ചെയ്യുന്നുണ്ട്. അതിന്റെ പാരലലി ആണല്ലേ ഡബിങ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഡാൻസ് ഒക്കെ എങ്ങനെയാണ് ഇവർ ഇടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നത്?
ഇപ്പോൾ ഡാൻസ് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഡാൻസ് ഒക്കെ വളരെ കുറവാണ്. ഒരു ടൈമിലൊക്കെ ഫുൾ ഡാൻസും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഇപ്പൊ വർക്കും പഠിത്തമൊക്കെ ആയ കാരണം ഡാൻസിനുള്ള ഒരു ടൈം കിട്ടുന്നില്ല. ഓക്കെ, ബാക്കിയുള്ള എന്തെങ്കിലും ഹോബീസ് ഉണ്ട്? ഇപ്പം എഴുതൂന്ന് പറഞ്ഞു, പോയംസ് എഴുതൂന്ന് പറഞ്ഞു, അത് കൂടാതെ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളത്? പിന്നെ ഒത്തിരി പാട്ട് കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പാട്ട് കേൾക്കാറുണ്ട്. പാട്ട് കേൾക്കാനായിട്ട് മാത്രമേ ഇഷ്ടമുള്ളൂ, പക്ഷെ പാടാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കഷ്ടപ്പെട്ടൊരു പാട്ട് പാടിച്ചു അല്ലേ? അല്ല, പാട്ട് ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പാട്ട് പാടാറുണ്ട്. പിന്നെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് പോവാ, ചായ കുടിക്കുക. അപ്പം ഏറ്റവും കൂടുതൽ അഭിനയിക്കാനായിട്ട് ഇഷ്ടമുള്ള ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ് ആരുടെ കൂടെ അഭിനയിക്കണം എന്നാണ് ഏറ്റവും കൂടുതൽ താല്പര്യം? അയ്യോ, അത് പറയണെങ്കിൽ ഒരു നീണ്ട നിര തന്നെയുണ്ട്. അത് പറഞ്ഞോളൂ, കുഴപ്പമില്ല. എനിക്ക് ലാൽ സാറിന്റെ കൂടെ ചെയ്യണമെന്നുണ്ട്. ഫഹദ് ഫാസിൽ, ശ്രീനാഥ് ബാസി, സൗബിൻ ഷായർ, ഇപ്പൊ ഉള്ള എല്ലാവരുടെ കൂടെ ചെയ്തൊള്ളാന്നുണ്ട്. എല്ലാ യൂത്ത് ആക്ടേഴ്സിന്റെയും പഴയ ആക്ടേഴ്സിനെ കൂടെ ഒക്കെ അഭിനയിക്കണം എന്ന് താല്പര്യമുണ്ടല്ലേ? അതെ അതെ. ഇനി അഭിനയത്തിലേക്ക് ഒരു റോള് വരികയാണെങ്കിൽ ചേച്ചി ഡെഫിനറ്റ്ലി പോവും. ചെയ്യും. ഇപ്പൊ ഡബിംഗ് ആണോ ആക്ടിംഗിലേക്കാണോ പോകണം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി ഏതായിരിക്കും ചൂസ് ചെയ്യുക? രണ്ടും ഒരുപോലെ ചൂസ് ചെയ്യും. ആദ്യമാണെങ്കിൽ ഞാൻ ആക്ടിംഗ് എന്ന് പറഞ്ഞത്, പക്ഷെ ഞാനിപ്പോ ഈ ഫീൽഡിലും കൂടെ വന്ന് ഇതില് ചെയ്യാൻ തുടങ്ങിയപ്പോ എനിക്ക് രണ്ടും ഒരുപോലെ ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പൊ ചേച്ചി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? അപ്പൊ ചേച്ചി എന്തായാലും ഇനിയും ഒരുപാട് നല്ല നല്ല അവസരങ്ങളൊക്കെ ചേച്ചിയെ തേടി എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. ചേച്ചിയോട് സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇനിയും നല്ല നല്ല കാർട്ടൂൺസ് ഒക്കെ ആ ഒരു പഴയ രീതിയിലേക്ക് ഡബ് ചെയ്യാനായിട്ടും സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. എന്നെ ഇൻവൈറ്റ് ചെയ്തതിലും സംസാരിക്കാൻ കഴിഞ്ഞതിലും ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ നമ്മുടെ ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള നയന മുരളിയായിരുന്നു. അപ്പോൾ നയന ചേച്ചിയുടെ ഡബിംഗ് ലൈഫിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പങ്കുവച്ചു. കോമഡി ഉത്സവം എന്ന ഷോയിലൂടെയാണ് ചേച്ചി ഈ ഒരു ഡബിംഗ് ഫീൽഡിലേക്കൊക്കെ എത്തിയത്. പാർവതിയുടെ വോയിസ് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു ഇമിറ്റേഷൻ ആയിരുന്നു ചേച്ചി ചെയ്തിട്ടുണ്ടായിരുന്നത്. പെർഫെക്റ്റ് ആയിട്ട് പാർവതി ആണെന്ന് നമുക്ക് തോന്നുന്ന വിധത്തിലൊക്കെയാണ് ചെയ്തു തന്നത്. അപ്പോൾ ചേച്ചിയോട് സംസാരിക്കാൻ പറ്റിയതിലും ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഇനി മറ്റ് സെലിബ്രിറ്റിയുമായിട്ട് നമുക്ക് അടുത്ത റെഡ് കാർപ്പറ്റിന്റെ സെഗ്മെന്റിൽ വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ ഇറ്റ്സ് മീ അനാമിക സൈനിങ് ഓഫ് ഫ്രം റെഡ് കാർപ്പറ്റ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ആശ്രയ ഫ്രം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. റെഡ് കാർപ്പറ്റ്, എ ഡേ വിത്ത് യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റീസ്. നിങ്ങളുടെ ഇഷ്ടതാരങ്ങളെത്തുന്നു ആശ്രയ FM 90. കേൾക്കാം റെഡ് കാർപ്പറ്റ് സെലിബ്രിറ്റി ചാറ്റ് ഷോയിലൂടെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ. സ്റ്റേ ട്യൂൺ.